ഹൗ ടു പ്രാക്ടീസ് സൈലൻസ്. ഈ സൈലൻസ് പ്രാക്ടീസ് ചെയ്യണല്ലോ, അതെങ്ങനെയാന്നുള്ള ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൊ നമ്മളിപ്പം വഴി കൂടെ പോവുക, വണ്ടി നടന്നു പോവുക ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഈ ചിലര് ഭയങ്കര ഹോണടിയ, ചില ബസ്സുകാര്, ചില ഓട്ടോറിക്ഷക്കാര്, ചെറിയ ചെറിയ അങ്ങനെ ആൾക്കാര് ഭയങ്കരമായിട്ട് ഹോണടി. അവര് സ്ഥലവും കാലവും നോക്കുകയില്ല. ഇപ്പം പ്രായമുള്ള ആൾ ക്രോസ് ചെയ്യാത്തപ്പോൾ അവര് ഇപ്പൊ ഹോണടിച്ച് നിൽക്കും. അത് സൈലൻസ് അവരുടെ ഉള്ളിലില്ല. ശരിക്കും അവരുടെ ഉള്ളിൽ എപ്പോഴും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അവര് സൈലന്റ് ആയിരിക്കില്ല, അവരുടെ ലൈഫിൽ ഒച്ചബഹളമായിരിക്കും. അപ്പം സൈലന്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാള് അങ്ങനെ അധികം ഹോണടിക്കുകയില്ല. അയാള് ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ വണ്ടി ഇങ്ങനെ നിർത്തുന്നു, ഒരു പ്രായമുള്ള ഒരാളാണെന്ന് മനസ്സിലായി പോകുന്നു പാസ് ചെയ്ത് പോകുന്ന ഒരു പ്രായമുള്ള ആളാണെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തിയിടും, അയാൾക്ക് പോകാൻ സമയം കൊടുക്കും. അവിടെ ഒരു അനാവശ്യ ഹോൺ അടിക്കത്തില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ സൈലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പുറത്തേക്കും വിക്ഷേപണം ചെയ്യും. നമ്മളായിട്ട് ഇടപെടുന്നവർക്കും ഒരു മനസ്സമാധാനം ഉണ്ടായിരിക്കും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഏത് കാര്യം അങ്ങനെയാണല്ലോ, പ്രാക്ടീസ് ചെയ്താണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരു കാപ്പി ഇടുന്ന കാര്യമാണെങ്കിൽ പോലും പ്രാക്ടീസ് കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്ത് പഠിച്ച് അതിന്റെ ഒരു എക്സ്പെർട്ട് ആകുവാണല്ലോ ചെയ്യുന്നത്, മാസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു മാസ്റ്റർ ആകണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രമാത്രം സൈലന്റ് ആണ് അപ്പം എന്നുള്ള അറിയാം. ഇനി നിങ്ങൾ സൈലൻസിലേക്ക് പോകും തോറും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് അനുഭവത്തിൽ വരേണ്ട കാര്യമാണ്. അത് നമുക്ക് ഊഹിച്ചെടുക്കാനോ ചിന്തിച്ചെടുക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് ഇത്ര നാളത്തെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റോർ ഹൗസിലുള്ളൂ, എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറിയിൽ ഇന്നൊരു പേരിലുള്ള ഒരു എഴുത്തുകാരന്റെ ബുക്കുണ്ട്, ബുക്കില്ല എന്ന് വിചാരിക്കുക, എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ സ്റ്റോർ ഹൗസിൽ ഇല്ലല്ലോ, ആ ലൈബ്രറി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ ഇല്ലാത്ത കാര്യം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരേ ഒരു വഴി, നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യാന്നേ ഉള്ളൂ. ആ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ നമ്മളുടെ ഉള്ളിൽ സമാധാനവും സൈലൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പുറത്തോട്ടും അത് തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക്, നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്നവർക്കും, എല്ലാവർക്കും, ചുറ്റുപാടുള്ളവർക്ക് പോലും നമുക്ക് ഗുണമായിരിക്കും. അങ്ങനെ നമ്മൾ കൂടുതൽ സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരെ വേണം നമ്മൾ പിന്നെ എല്ലാ കാര്യവും തിരഞ്ഞെടുക്കാൻ വേണ്ടി, ഈവൻ പാർട്ണർ പോലും. നിങ്ങളിപ്പം നിങ്ങൾക്ക് ഇത് സൈലൻസ് പ്രാക്ടീസ് ചെയ്യണ്ട, അല്ലെങ്കിൽ സൈലൻസിലേക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ അല്ലെ എന്നെ ഫോളോ ചെയ്യാതിരിക്കുക, എൻ്റെ വീഡിയോ കേൾക്കാതിരിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് സൈലൻസിലേക്ക് പോകണം, അതിലൂടെ നിങ്ങൾക്ക് ഒരു മാറ്റം വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ.